ഹലോ വെൽക്കം ടു ലേണേഴ്സ് ഫ്രണ്ട്ലി. സെറ്റ് എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണിത്. അപ്പോൾ ആദ്യം തന്നെ എഡ്യൂക്കേഷണൽ സൈക്കോളജിനെ കുറിച്ചിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മുടെ സിലബസിൽ എന്തിനാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി പഠിക്കേണ്ട ആവശ്യകത എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കണം. നമ്മൾ സെറ്റ് എക്സാം എഴുതുന്നത് ഒരു ടീച്ചിങ് എലിജിബിലിറ്റി ആയിട്ടാണല്ലേ. അപ്പോൾ ഈ പരീക്ഷ ക്ലിയർ ചെയ്തവരെ വീണ്ടും PSC ഒക്കെ എഴുതിയിട്ട് സർവീസിലേക്ക് കയറാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു ടീച്ചർ എങ്ങനെ പെരുമാറണം, കുട്ടികളുടെ മാനസികാവസ്ഥ എന്തൊക്കെയാണ്, കുട്ടികളുടെ പേഴ്സണാലിറ്റി എന്തൊക്കെയാണ്, കുട്ടികളുടെ ഓരോ ഏജിനനുസരിച്ചുള്ള ഡെവലപ്മെൻറ്റ്സുകൾ എന്തൊക്കെയാണ്, എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം, ഡിഫറെൻറ്റ് ഇൻ്റലിജൻസ് ഉള്ള കുട്ടികൾക്ക് എങ്ങനെ ക്ലാസ് എടുത്ത് കൊടുക്കണം, അതേപോലെ തന്നെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ എങ്ങനെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലേക്ക് നമ്മൾ ഉൾക്കൊള്ളിക്കണം എന്നതൊക്കെയാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്നുള്ള ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സൈക്കോളജി എന്നുള്ള വാക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്തു എന്ന് നോക്കാം. സൈക്കോളജി എന്നുള്ളത് സൈക്കോ ആൻഡ് ലോഗോസ് എന്നുള്ള ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. സൈക്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾ, ലോഗോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസ്. സൈക്കോളജി എന്ന് കഴിഞ്ഞാൽ ദ സയൻസ് ഓഫ് സോൾ, ആത്മാവിൻ്റെ ശാസ്ത്രം എന്നാണ് പറയപ്പെടുന്നത്. ഇതൊരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. ഈ സൈക്കോളജിക്ക് ഒരുപാട് ഡെഫിനീഷൻസ് നൽകിയിട്ടുണ്ട്. നമുക്ക് ഡെഫിനീഷൻസ് ഒന്ന് നോക്കാം. Psychology is the scientific study of the activities of the individual in relation to his environment. വുഡ്വർത്തും മാർക്കീസുമാണ് ഈ ഡെഫിനേഷൻ പറഞ്ഞിരിക്കുന്നത്. സൈക്കോളജി ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റഡി ഓഫ് ആക്ടിവിറ്റീസ് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഡിവിജ്വലിൻ്റെ പെരുമാറ്റങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു, എങ്ങനെയൊക്കെ ചെയ്യുന്നു, എങ്ങനെയാണ് ആൾക്കാരോട് ഇടപെടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളുടെ സയൻറ്റിഫിക് സ്റ്റഡിയാണ് ഇൻ റിലേഷൻ ടു ഹിസ് എൻവയോൺമെൻറ്റ്. അദ്ദേഹത്തിൻ്റെ അന്തരീക്ഷവുമായി ചുറ്റുപാടുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഈ കാര്യങ്ങൾ മാറി മറിയുന്നു, എങ്ങനെ ഈ കാര്യങ്ങൾ കണക്റ്റ് ആവുന്നു, എങ്ങനെയൊക്കെയാണ് ഇതൊക്കെ പഠിക്കുന്ന സയൻറ്റിഫിക് രീതിയാണ് സൈക്കോളജി എന്നാണ് വുഡ്വർത്തും മാർക്കീസും പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു ഡെഫിനീഷൻ നോക്കാം. Psychology today concerns itself with the scientific investigation of behavior. സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ബിഹേവിയറിൻ്റെ പെരുമാറ്റത്തിൻ്റെ സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷനാണ് സൈക്കോളജി എന്നാണ് NL മുൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ചിട്ടൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ലേണേഴ്സ് ഫ്രണ്ട്ലിയുടെ കോഴ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. വളരെ വിശദമായി തന്നെ നമ്മൾ സെറ്റ് പേപ്പർ 1ഉം പേപ്പർ 2ൻ്റെയും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടി ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ കോഴ്സിൽ കാണാം.